ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 25. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. പക്ഷേ റഷ്യയിൽ ക്രിസ്മസ് ആഘോഷം ജനുവരി 7-നാണ്, ഡിസംബർ 25 അപ്പം ജനുവരി 7 ഇവിടുത്തെ ക്രിസ്മസ്. അതുപോലെ തന്നെ 2 ദിവസം മുന്നേ നല്ല സൂപ്പർ തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പും സ്നോഫോളൊക്കെ ആയിരുന്നു. ഏകദേശം ഒരു ദിവസം മുന്നേ വരെ ഏകദേശം -14, -12 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം ടെമ്പറേച്ചർ കുറഞ്ഞു, ഏകദേശം -2. ഇന്നിപ്പം -2 കാണിക്കുന്നത്. പക്ഷേ തണുപ്പുണ്ട്. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്ന് വരെയൊക്കെ നല്ല തണുപ്പായിരുന്നു. കാരണം നമുക്ക് കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതുപോലെ തണുപ്പായിരിക്കും. അതുപോലെ ഷൂവിനകത്താണെങ്കിൽ തണുപ്പ് ഭയങ്കരമായിട്ട് കയറും. ഒരു സ്ഥലത്ത് 1 മിനിറ്റ് പോലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ തണുപ്പായിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാർഡ്സുകൾ കാണിച്ചു തരാം. ഞാൻ ഇവിടുത്തെ ബാങ്കിൻ്റെ കാർഡ്, മെട്രോ കാർഡ്, അതിനൊക്കെ ഏകദേശം എന്ത് റേറ്റ് ആവും എന്നൊക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇവിടുത്തെ ബാങ്ക് കാർഡ്. ടി ബാങ്ക് എന്ന് പറയും. ഇത് നമുക്ക് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് കിട്ടും. നമുക്കിത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ഡെലിവറി ചെയ്യുന്നത് ഓൺലൈൻ വഴിയായിരിക്കും ഡെലിവറി ചെയ്യുന്നത്. നമുക്കിതിന് പൈസ അടയ്ക്കണ്ട, ഫ്രീ ആയിരിക്കും. നമുക്കിതിനകത്ത് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കാണിക്കേണ്ട പാസ്പോർട്ടും ഇമിഗ്രേഷൻ കാർഡും മാത്രം വെച്ചാൽ മതി. പിന്നെ മറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ സെബൽ ബാങ്ക് ഉണ്ട്, VTB ബാങ്ക് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഡെപ്പോസിറ്റ് എമൗണ്ട് ചെയ്യണം. ചിലപ്പോൾ 5,000 രൂപ, ചിലപ്പോൾ 2,000 രൂപ. ഇതൊക്കെ ആദ്യം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. പക്ഷേ അതിന് നല്ല ടി ബാങ്ക് ആയിരിക്കും. പക്ഷേ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് മാക്സിമം 50,000 വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 50,000 രൂപ വരെ നമുക്ക് ഇതിനകത്ത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ബാങ്കിൻ്റെ ആവശ്യമുള്ളൂ, ടി ബാങ്കിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളത് ഇതാണ് മെട്രോ കാർഡ്. ഇവിടുത്തെ മെട്രോ കാർഡ് നമുക്കിത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന മെട്രോ കാർഡാണ്. അതായത് നമുക്കിത് മെട്രോ മാത്രം മതി. 30 ദിവസത്തേക്കിന് മെട്രോ മാത്രം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഏകദേശം 1,800 രൂപയാണ് വരുന്നത്. ഇതിനകത്ത് ഒരു 150 രൂപ എക്സ്ട്രാ കൊടുക്കണം. മീൻസ് നമ്മൾ പുതിയ കാർഡ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 150 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോ മാത്രം റീചാർജ് ചെയ്താൽ മതിയെങ്കിൽ 1,800 രൂപ കൊടുത്താൽ മതി. ഇനി അതും പോരാ, നമുക്ക് മെട്രോ, അതുപോലെ തന്നെ മെട്രോ ബസ്, ട്രെയിന്, ട്രാം, ഇതെല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ടുണ്ട് ഒരു മാസത്തേക്കിന്. അതിന് ഏകദേശം 3,200 രൂപ അപ്രോക്സിമേറ്റ് വരും. അതാണ് ഇവിടെ. നമുക്ക് ഏത് മെട്രോ സ്റ്റേഷനിൽ പോയാലും നമുക്ക് ഈ കാർഡ് കിട്ടും. എവിടെ പോയാലും നമുക്ക് ഈ കാർഡ് നമുക്ക് എടുക്കാനും പറ്റും, റീചാർജ് ചെയ്യാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ ഏകദേശം നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകും. ഏകദേശം നമ്മൾ വൺ സൈഡ് ട്രിപ്പിന് ഏകദേശം 60 രൂപ, 80 രൂപ, 80 രൂപ ഏകദേശം പോകും. പക്ഷെ അതിലും നല്ലത് ഇതൊരു കാർഡ് നമ്മൾ ഡെയിലി ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു കാർഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വല്ലപ്പോഴും ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ പൈസ പേ ചെയ്ത് ഒരു കുഞ്ഞൊരു കാർഡ് കിട്ടും വൺ സൈഡ് ട്രാവലിനൊക്കെ വേണ്ടിയിട്ട്. അതെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല സൂപ്പർ തണുപ്പാണ് ഇവിടെ. കൈയൊക്കെ അങ്ങനെ തണുക്കുന്ന പോലെ, ഭയങ്കരമായിട്ട് കുത്തുന്ന പോലെ ഫീൽ ചെയ്യുന്നു ഇവിടെ. ഇതുപോലെ തണുപ്പാണ് ഇവിടെ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ റൂമിൽ നിന്ന് നമ്മൾ പുറത്ത് ജസ്റ്റ് ആവശ്യം വേണ്ടി പുറത്ത് പോയാൽ ഉറപ്പായിട്ടും നമ്മുടെ പാസ്പോർട്ട്, ഇമിഗ്രേഷൻ കാർഡ്, രജിസ്ട്രേഷൻ, ഇത് 3 ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഉണ്ടായിരിക്കണം. കാരണം ഈ റഷ്യയിൽ മുക്കിലും മൂലയിലും എവിടെ പോയാലും പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഈ 3 ഡോക്യുമെൻറ്റ്സ് നമ്മൾ എപ്പോഴും കയ്യിരിക്കണം. ഇതെല്ലാം അതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ്റെയൊക്കെ ഡേറ്റ് കറക്റ്റ് ആണോ നോക്കണം. ഇല്ലാണ്ടെങ്കിൽ പുതുക്കണം. നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 3 മാസം വെച്ച് നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ഫീസ് ഉണ്ടാവും. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എപ്പോഴും നമ്മുടെ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ഇവിടെ ഇഷ്ടംപോലെ സ്കാമൊക്കെ ഉണ്ട്. കാരണം ഇമിഗ്രേഷൻ കാർഡൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് ആൾക്കാരുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും പോലീസ് എന്തായാലും നമ്മൾ ഓൺലൈൻ വഴി ചെക്ക് ചെയ്യും. ഓൺലൈൻ വഴി ചെക്ക് ചെയ്യുമ്പം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ഒന്നെങ്കിൽ ഫൈൻ അടപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡീപ്പോർട്ട് അടിക്കും. ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുക. കാരണം ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്, എല്ലാ കാര്യത്തിനും ഭയങ്കര സ്ട്രിക്റ്റാണ്. ഭയങ്കര ചെക്കിങ്ങും ആയിരിക്കും. ഇന്ത്യൻസിനെ കണ്ട അവർക്ക് എന്തായാലും അറിയാൻ പറ്റും. അപ്പം കാരണം ഇവിടെ ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻസ് ഒത്തിരി സ്കാം ചെയ്യുന്നു ഇഷ്ടംപോലെ.
അപ്പോൾ അവരെ ഉദ്ദേശിച്ചായിരിക്കാം ഇവർ ഈ ചെക്കിങ് കൂട്ടിയിരിക്കുന്നത്. കാരണം സ്ട്രോങ് ആക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ചെക്കിങ്. അങ്ങനെ നമുക്കിവിടെ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്, AMMA എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട് നമുക്കിവിടെ. ഇന്ന് ഡിസംബർ 25 നമുക്കിവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് മലയാളി അസോസിയേഷൻ്റെ വഴി. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല, കാരണം എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ബർഗർ കിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ആ സമയത്തിന് ഇവിടെ പ്രോഗ്രാം വൈകിട്ട് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിലാണ് ഫങ്ഷൻ. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഓക്കെ, പിന്നെ അതൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.